മധുവിധു കാലം കഴിഞ്ഞു. പാലാ നഗരസഭയിൽ ഭരണമുന്നണിയിൽ അസ്വാരസ്യം പുകയുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രക്ഷാപ്രവർത്തനത്തിൽ കോൺഗ്രസ്. ഒരേ കുടുംബത്തിൽപ്പെട്ട 3 പേർ സ്വതന്ത്രരായി മത്സരിക്കുകയും UDFന്റെയും BJPയുടെയും പിന്തുണയോടെ ജയിക്കുകയും നഗരസഭാ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുക വഴി കേരളത്തിലാകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നഗരസഭയാണ് പാലാ. എന്നാൽ ഇപ്പോൾ ഭരണത്തിലുള്ള UDF സ്വതന്ത്ര മുന്നണിയിൽ അസ്വാരസ്യം പുകയുകയാണ്. ഇന്നലെ നടന്ന കൗൺസിലിൽ അത് പ്രകടമായില്ലെങ്കിലും കൗൺസിലിന് പുറത്ത് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയാണ് നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ ടയർ പഞ്ചറൊട്ടിക്കാനും ബസ്സുകൾക്ക് ഗ്രീസ് അടിക്കാനുമുള്ള ടയർ കട വേണ്ട രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്ന് കൊട്ടാരമറ്റത്തെ ഒരു വ്യാപാരി നൽകിയ പരാതിയിലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ടയർ കട പൂട്ടിയാൽ കുറെ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ സ്ഥലം കൗൺസിലർ ബിജു മാത്യൂസ് തന്റെ പഴയ മാരുതി ഒമ്നി വാൻ നൽകുകയും അതിൽ ടയർ ഉപകരണങ്ങൾ വെച്ച് ജോലി ചെയ്യുവാൻ സൗകര്യമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഇതിനെതിരെ മലയാള കുമുദം എന്ന കുട്ടിപ്പത്രത്തിൽ സ്ഥിരം വാർത്തകൾ വരുവാൻ തുടങ്ങി. ഭരിക്കുന്നവർ ഇത് കാണുന്നില്ലേ എന്നായിരുന്നു വാർത്തയിലെ പ്രധാന ചോദ്യം. എന്നാൽ ഭരിക്കുന്നവർ തന്നെയാണ് ഈ വാർത്ത മലയാള കുമുദത്തിന് നൽകുന്നതെന്ന് ഭരണപക്ഷത്തു നിന്നും തന്നെ ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ഭരണമുന്നണിയിൽ അഭിപ്രായ വ്യത്യാസം പൊട്ടിപ്പുറപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സ്ഥലം MLA മാണി സി കാപ്പന്റെ വീട്ടിൽ വെച്ച് കൗൺസിലർ ബിജു മാത്യൂസും വിനു പുളിക്കക്കണ്ടവും തമ്മിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നു. അതിന് പ്രകാരമാണ് ടയർ കടയ്ക്ക് 2 മാസത്തേക്ക് ആയുസ് നീട്ടിയത്. ഇന്നലെ നടന്ന കൗൺസിലിൽ 2 മാസത്തിനുള്ളിൽ ടയർ കട ആധുനിക രീതിയിലാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. കൗൺസിലിന് മുന്നോടിയായി UDF പാർലമെന്ററി പാർട്ടി കൂടിയപ്പോൾ ബിനു പുളിക്കക്കണ്ടത്തിന്റെ ഏകാധിപത്യ ശൈലിക്കെതിരെ കൗൺസിലർമാരായ ബിജു മാത്യൂസും വൈസ് ചെയർമാൻ മായ രാഹുലും ശക്തമായി രംഗത്തു വന്നു. തുടർന്ന് മായ രാഹുലും ബിനു പുളിക്കക്കണ്ടവുമായി രൂക്ഷമായ വാക്കേറ്റവും ഉണ്ടായി. ബിനു പുളിക്കക്കണ്ടം വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചാണ് മായയെ പരിഹസിച്ചത്. ബിനുവിന്റെ ഭാഗത്തു നിന്നും മോശം പരാമർശങ്ങൾ ഉയർന്നപ്പോൾ ഇനി താൻ ഇവരോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞ് കണ്ണീർ ഒപ്പിക്കൊണ്ട് മായ രാഹുൽ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് മായ രാഹുൽ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെടുകയും ബിനു പുളിക്കക്കണ്ടത്തിനെതിരായ തന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഇത്തരം ഏകാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്നവരെ പിന്തുണയ്ക്കാനാകില്ല എന്നാണ് അവർ പറയുന്നത്. ചർച്ചയ്ക്കായി കോൺഗ്രസ് നേതാക്കൾ പാലായിൽ എത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റോഷിയും ജോസ് കെ മാണിയും 2 തട്ടിലെന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഘോഷിച്ചിരുന്ന കാപ്പൻ അനുകൂലികൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഭരണ മുന്നണിയിലെ ഈ പടലപ്പിണക്കങ്ങൾ. പാലാ MLA മാണി സി കാപ്പന്റെ പിന്തുണയോടെ ഭരിക്കുന്ന സ്വതന്ത്ര മുന്നണിയിൽ ഉണ്ടായിരിക്കുന്ന ഈ പടലപ്പിണക്കം കാപ്പന്റെ ജയസാധ്യതയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് UDF നേതൃത്വം.